ഹായ് ഫ്രണ്ട്സ്, കാലാകാലങ്ങളിൽ ഇന്ത്യയിൽ ഭരിക്കുന്ന സർക്കാരുകൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ പോളിസി, ഇതൊക്കെ സ്റ്റോക്കുകളുടെ ഗ്രോത്തിനെയും സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് റെയിൽവേ സെക്ടറിലും റിന്യൂവബിൾ എനർജി സെക്ടറിലും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിലും ഡിഫൻസ് മേഖലകളിലുമൊക്കെ ശക്തമായ റാലി നടന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ റാലികളൊക്കെ നടക്കാനുള്ള കാരണം സർക്കാരിൻ്റെ അതാത് സമയത്തെ ചില പ്രഖ്യാപനങ്ങളാണ്. അപ്പോൾ ഈ ഓരോ ഇടവേളകളിലും സർക്കാർ പ്രഖ്യാപിക്കുന്ന ഈ വികസന നയങ്ങളും അല്ലെങ്കിൽ ആ മേഖലകളിലെ വികസന പദ്ധതി പ്രഖ്യാപനങ്ങളുമൊക്കെ ഈ സ്റ്റോക്കുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷന് ശേഷം വരാൻ പോകുന്നത് സെയിം സർക്കാർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കുകളിലെ ആ ഒരു ഉണ്ടായിട്ടുള്ള മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യും. എന്നാൽ റിസൾട്ട് മറിച്ചാണെങ്കിൽ ചിലപ്പോൾ ആ പുതിയ വരുന്ന സർക്കാരിൻ്റെ നയം എന്തായിരിക്കും, അത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൻ്റെ മുന്നേറ്റത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, അപ്പം നിലവിൽ സർക്കാർ പോളിസി കാരണം മുന്നേറിയ സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സർക്കാർ പോളിസി കാരണം തകർന്നടിഞ്ഞ കുറേ സ്റ്റോക്കുകളുമുണ്ട്. അപ്പോൾ ആ സ്റ്റോക്കുകളും നമ്മൾ ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇനി വരുന്ന ഇലക്ഷനിൽ പുതിയ വരുന്ന ഏത് സർക്കാർ എക്സ് ഓർ വൈ അവരുടെ തീരുമാനങ്ങൾ ഈ തകർന്നടിഞ്ഞ സ്റ്റോക്കുകളിൽ ഒന്നുകിൽ ഒരു ജീവൻ നൽകിയേക്കാം, അല്ലെങ്കിൽ കൂടുതൽ തകർച്ചയിലേക്ക് ആ സ്റ്റോക്കുകൾ പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ റിസൾട്ട് പല സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ്. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ വർഷം വൻതോതിൽ താഴോട്ടേക്ക് പോയ, പ്രത്യേകിച്ച് സർക്കാർ പോളിസി കാരണം താഴോട്ടേക്ക് പോയ ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ ആ ഒരു സെക്ടറുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പാർഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെക്ടർ പവർ സെക്ടറിലുള്ള IEX എന്ന ഒരു കമ്പനിയാണ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. സർക്കാർ ഇടയ്ക്കിടെ നടത്തിയ മാർക്കറ്റ് കപ്ലിങ്ങിനെ കുറിച്ച് ഉള്ള പ്രസ്താവനകൾ കാരണമാണ് ഈ സ്റ്റോക്കിൽ ഒന്നിലധികം തവണ ക്രാഷ് സംഭവിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ 2 or 3 പ്രാവശ്യം ഈ ഒരു ക്രാഷ് സംഭവിച്ചിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഈ മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ സ്റ്റോക്കിൽ അതിൻ്റെ മൊമെൻറ്റം നഷ്ടപ്പെടുത്തുകയും അങ്ങനെ അതൊരു റേഞ്ചിൽ കൊടുക്കുകയും ചെയ്തു. നമുക്കറിയാം, പവർ എക്സ്ചേഞ്ച് രംഗത്ത് ഒരു മൊണോപ്പൊളി പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിയാണ് IEX. 90% പവർ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് IEXൻ്റെ പ്ലാറ്റ്ഫോം വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രൈസ് വാല്യൂ അവിടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉപഭോക്താക്കൾക്കുള്ളതുകൊണ്ട് കൂടുതൽ ആളുകൾ ആ IEXനെയാണ് അപ്രോച്ച് ചെയ്യാറുള്ളത്. എന്നാൽ സർക്കാർ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനോട് ഈ ഒരു മേഖലയിൽ ഏത് എക്സ്ചേഞ്ചിലായാലും ഒരു യൂണിഫോം പ്രൈസ് നിശ്ചയിക്കണം എന്ന ഒരു പ്രസ്താവന വന്നത് മുതൽ ഈ സ്റ്റോക്കിൽ വൻപിച്ച ക്രാഷ് സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പവർ പ്രൈസ് ഏകീകരിക്കുന്നതിലൂടെ സ്വതന്ത്രമായ ഇടപാടുകൾക്കുള്ള അവസരം ഇല്ലാതാവും. അങ്ങനെ ആകുമ്പോൾ IEXന് ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന ആ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ലാതാവും. കാരണം ഏത് എക്സ്ചേഞ്ചിൽ പോയാലും ഒരു ഫിക്സഡ് യൂണിഫോം പ്രൈസാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരുടെ കസ്റ്റമേഴ്സ് പൂർണ്ണമായിട്ടും അതിനെ IEXൻ്റെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന IEXന് ഈ ഒരു മാർക്കറ്റ് കപ്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു സാങ്കേതികത കാരണം സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു പ്രോഫിറ്റ് മാർജിൻ കുറയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കിൽ തകർച്ചയുണ്ടായി. കഴിഞ്ഞ വർഷത്തിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വരാൻ പോകുന്ന ഇലക്ഷനിലൂടെ സർക്കാർ ഈ ഒരു നയം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കൂടുതൽ വൻകിട കമ്പനികൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ പോവുകയാണ്, പ്രത്യേകിച്ച് പവർ എക്സ്ചേഞ്ച് മേഖലയിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ഇതിൻ്റെ ഒരു ഗുണഫലം ലഭിക്കാൻ വേണ്ടി സർക്കാർ തീർച്ചയായും ഈ മാർക്കറ്റ് കപ്ലിംഗ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ IEXൻ്റെ റിക്കവറി എന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ റിസൾട്ട് തീർച്ചയായും IEXനെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ എന്ന് പറയുന്നുള്ള ഒരു റിസൾട്ട് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ രണ്ടാമത്തെ സെക്ടർ ഗെയിമിംഗ് സെക്ടറാണ്. ആ ഗെയിമിംഗ് സെക്ടറിലെ കാസിനോ ചൂതാട്ട കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡെൽറ്റ കോർപ്പ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഒരു ഭാവിയാണ് മറ്റൊന്ന് ഇലക്ഷനെ ആശ്രയിച്ച് നിൽക്കാൻ പോകുന്നത്. ഇപ്പോൾ GST അധികൃതരുടെ ഇടപെടൽ കാരണം
വൻതോതിൽ കൂപ്പുകുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു ഡെൽറ്റ കോപ്പ്. അതിൻ്റെ ഹൈയിൽ നിന്നും ഏകദേശം 30% ക്രാഷ് കഴിഞ്ഞ വർഷം സംഭവിച്ചു. മൊത്തത്തിൽ 50%-ലധികം ക്രാഷ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ രാകേഷ് ചുഞ്ചുംവാലയുടെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കായിരുന്നു ഡെൽറ്റ കോപ്പ്. രാജേഷ് ചുഞ്ചുംവാലക്കും ഫാമിലിക്കും അവരുടെ ഭാര്യ രേഖ ചുഞ്ചുംവാലക്കും 7% മുകളിൽ സ്റ്റേക്ക് ഉണ്ടായിരുന്ന ഒരു കമ്പനിയായിരുന്നു ഡെൽറ്റ കോപ്പ്. എന്നാൽ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സ്റ്റോക്കുകളിൽ നിന്ന് എക്സിറ്റ് ആവുകയും ഇപ്പോൾ 1% താഴെ മാത്രമാണ് ഈ ചുഞ്ചുംവാലയ്ക്ക് ഈ സ്റ്റോക്കിലുള്ള അവരുടെ ഹോൾഡിങ്. ഇപ്പോൾ GST യുമായി ബന്ധപ്പെട്ട് കാസിനോകളിലുള്ള ആ നോംസ് സർക്കാർ പുനർനിർണയം ചെയ്തതാണ് ഡെൽറ്റ കോപ്പിനെ വിട്ടിലാക്കിയത്. അപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ ഇവർ GST അടക്കണം എന്നുള്ള ഒരു നോട്ടീസ് നൽകിയത് മുതൽ ഡെൽറ്റ കോപ്പിൽ വൻതോതിലുള്ള തകർച്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം 23,000 കോടിയുടെ ഒരു ഡിമാൻഡ് നോട്ടീസാണ്, GST നോട്ടീസാണ് ഇവർ അയച്ചത്. അപ്പോൾ വെറും ഒരു 3,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഡെൽറ്റ കോപ്പ് ഈ 23,000 GST അടക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കംപ്ലീറ്റ് അസറ്റുകൾ വിറ്റ് ഒഴിവാക്കിയാൽ പോലും അവർക്കിത് അടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ GST അധികൃതരുടെ ഈ ഒരു നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഡെൽറ്റ കോപ്പ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടതി വിധിക്ക് കാത്തു നിൽക്കുകയാണ് കമ്പനി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇലക്ഷൻ റിസൾട്ട് ഈ കമ്പനിയുടെ മുന്നോട്ടുള്ള പോക്കിനെ സ്വാഭാവികമായിട്ടും ബാധിക്കും. കാരണം ഈ ഒരു GST ഇളവ് ഈ നിലവിലുള്ള സർക്കാർ ഇവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഇലക്ഷൻ റിസൾട്ടിലൂടെ ഏതെങ്കിലും ഒരു പോളിസി ചേഞ്ച് വരികയാണെങ്കിൽ അത് ഡെൽറ്റ കോപ്പിന് പോസിറ്റീവായിട്ട് ഗുണം ചെയ്യും. എന്നാൽ അങ്ങനെ ഇല്ലെങ്കിൽ കോടതിയിൽ നിന്നുള്ള ഒരു അനുകൂലമായ ഒരു വിധിക്ക് വേണ്ടി ഇവർ കാത്തു നിൽക്കേണ്ടി വരും. അതുതന്നെ ആ വിധി നെഗറ്റീവ് ആണെങ്കിൽ അതോടെ ഡെൽറ്റ കോപ്പ് എന്നുള്ള സ്റ്റോക്ക് എന്നേക്കുമായി അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് സ്റ്റോക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അടുത്ത സർക്കാർ പോളിസി കാരണം പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു മേഖല ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയാണ്. ഈ രംഗത്തെ 3 പ്രധാനപ്പെട്ട കമ്പനികൾ ഈ പ്രശ്നം നേരിടുന്നുണ്ട്. ഒന്ന് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്, മറ്റൊന്ന് മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ്, മറ്റൊന്ന് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഈ സ്റ്റോക്കിലുള്ള വമ്പിച്ച പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി എന്ന് പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് മിനിസ്റ്റർ അദ്ദേഹം നടത്തിയ ഒരു റിമാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് വൻതോതിലുള്ള സബ്സിഡികളും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ സർക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നൽകുന്നത് ഒരിക്കലും കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അത് സാധാരണ ജനങ്ങളിലേക്ക് അതിൻ്റെ എൻഡ് യൂസറായിട്ടുള്ള ജനങ്ങൾക്ക് ആ ഗുണഫലം ഉണ്ടാവണം. എന്നാൽ അങ്ങനെ ആ ഒരു എൻഡ് യൂസറായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. അപ്പോൾ അത് തീർച്ചയായും പുനഃപരിശോധിക്കുമെന്നും ഈ കമ്പനികൾക്ക് കൊടുക്കുന്ന ഇങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളും നിർത്തിവെക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ ഒരു ശക്തമായ നടപടികളിലേക്ക് സർക്കാർ പോകുമെന്നുള്ള പ്രസ്താവന മിനിസ്ട്രി നടത്തിയപ്പോൾ ആ ദിവസം തന്നെ ഈ സ്റ്റോക്കുകളിൽ വമ്പിച്ച ക്രാഷ് നടന്നു. ഇപ്പോൾ മഹാനഗർ ഗ്യാസ് ആ ദിവസം 15% താഴോട്ട് പോയി. അതുപോലെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് 6%, ഗുജറാത്ത് ഗ്യാസ് 6% ഇടിയുണ്ടായി. കൂടാതെ പല ബ്രോക്കറേജ് ഹൗസുകളും ഈ ഗ്യാസ് ഈ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലുള്ള ഈ സ്റ്റോക്കുകളിൽ നിന്ന് അവരുടെ ടാർഗറ്റ് കുറച്ച് കൊണ്ടുവന്ന് എക്സിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കുകളിൽ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതും ഈ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന പുതിയ ഗവൺമെൻറ് എടുക്കുന്ന പോളിസി തീർച്ചയായും ഈ സ്റ്റോക്കുകളുടെ ഭാവി നിർണ്ണയിക്കപ്പെടും. അപ്പോൾ ആ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കൂടുതൽ സബ്സിഡികളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആനുകൂല്യങ്ങളോ നൽകാനും അതുപോലെ ഗ്യാസിൻ്റെ പ്രൈസ് ഡൗൺ ചെയ്യാനും ഈ കമ്പനികളോട് പുതിയ സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്റ്റോക്കുകളുടെ പ്രോഫിറ്റബിലിറ്റി കുറയും. അത് കൂടുതൽ ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് കാണേണ്ടി വരും. അടുത്ത സർക്കാരിൻ്റെ പ്രസ്ഥാനം മൂലം പ്രതിസന്ധിയിലായിട്ടുള്ള മറ്റൊരു സെക്ടറാണ് ഷുഗർ കമ്പനികൾ പ്രധാനമായിട്ടും. അതുപോലെ അതിൽ തന്നെ കൂടുതലായിട്ട് ഇത്തനോൾ ബ്ലെൻഡിങ് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് കൂടുതലായിട്ടും പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയായിരുന്നു കഴിഞ്ഞ വർഷം കടന്നുപോയത്. അപ്പോൾ സർക്കാർ 20% ഇത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് 2025-26 ആകുമ്പോഴത്തേക്ക് എത്തണം എന്നുള്ള ശക്തമായ ഒരു നീക്കം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പല ആനുകൂല്യങ്ങളും ഷുഗർ കമ്പനികൾക്ക് നൽകുകയും അവരോട് കൂടുതൽ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഗവൺമെൻറ് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പല ഷുഗർ കമ്പനികളും പുതിയ പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും അങ്ങനെ വൻതോതിലുള്ള എത്തനോൾ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഷുഗർ ഉൽപ്പാദനത്തിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയും കൂടുതൽ എത്തനോൾ ബ്ലെൻഡിങ്ങിലേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ പ്രൈസ് കൂടുകയും ചെയ്തു.
അപ്പോൾ ഈ ഷുഗർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷുഗർ കെയിൻ ജ്യൂസും ആ ഒരു റോ മെറ്റീരിയലും പൂർണ്ണമായിട്ടും എത്തനോൾ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിച്ചത് കാരണം സ്വാഭാവികമായിട്ടും ഷുഗർ പ്രൈസ് വർദ്ധിച്ചു, ഷുഗർ കയറ്റുമതി തന്നെ പ്രതിസന്ധികളുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഈ ഷുഗറിൻ്റെ വില വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ അത് ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടാക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ട് ഈ ഇത്തനോൾ ബ്ലെൻഡിങ് ഇങ്ങനെയുള്ള ഷുഗർ കെയിൻ ജ്യൂസുകളിൽ നിന്ന് ഉണ്ടാക്കാൻ പാടില്ലെന്നും വേസ്റ്റിൽ നിന്ന് മാത്രം ഉണ്ടാക്കണമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കമ്പനികൾക്ക് നൽകിയതിൻ്റെ ഭാഗമായിട്ട് എത്തനോൾ സ്റ്റോക്കുകൾ മുഴുവൻ വൻതോതിൽ തകർച്ച നേരിടുകയുണ്ടായി. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും 37ലധികം ലിസ്റ്റ് ചെയ്ത കമ്പനികൾ ഈ ഇത്തനോൾ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേകദേശം 25 സ്റ്റോക്കുകളോളം അവരുടെ തകർച്ച 20% കൂടുതലാണ്. അതായത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 20% കറക്റ്റ് ചെയ്താണ് ഈ സ്റ്റോക്കുകളൊക്കെ കാണുന്നത്. അതിൽ തന്നെ ഭൂരിഭാഗം സ്റ്റോക്കുകൾ 35 മുതൽ 40% വരെ കറക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു തകർച്ച വളരെ വലിയ തകർച്ചയാണ് ഷുഗർ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ ഈ ഇത്തനോൾ ബ്ലെൻഡിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളായിട്ടുള്ള ഇപ്പോൾ പ്രാജ് ഇൻഡസ്ട്രീസ്, അതുപോലെ ത്രിവേണി എഞ്ചിനീയറിംഗ് പോലുള്ള സ്റ്റോക്കുകളിലും വൻതോതിലുള്ള തകർച്ച നമുക്ക് കാണാൻ കഴിയും. ഇലക്ഷന് ശേഷം തീർച്ചയായും ഈ ഒരു പോളിസിയിൽ ഒരു ചേഞ്ച് ഗവൺമെൻറ് കൊണ്ടുവരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് എക്സ് ഓർ വൈ ഏത് ഗവൺമെൻറ് വന്നാൽ ആ ഗവൺമെൻറ്റിൻ്റെ പോളിസിനെ ആശ്രയിച്ച് കിടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ട് പല സ്റ്റോക്കുകളിലും എത്രമാത്രം നിർണായകമാണ് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്. സോ ഈ വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.